ഇന്നലെ ബിഗ് ബോസ് ഹൗസിനെ കോളിളക്കം സൃഷ്ടിച്ച ഒരൊറ്റ കാര്യത്തിലാണ് ബിഗ് ബോസ് പോലും മിണ്ടാട്ടം മുട്ടി മാറിപ്പോയി ഇരുന്ന്. എന്നാൽ നെവിൻ തന്ത്രപരമായിട്ട് എല്ലാവരെയും ഒന്നിച്ചിരുത്തി അനുമോളെ ഒറ്റ അടിക്ക് വിചാരണ ചെയ്ത ഒരു ദിവസം. ഏറ്റവും കൂടുതൽ ഇന്നലെ ആയിരിക്കും റേറ്റിംഗ് പോയിട്ടുണ്ടാവുക. കാരണം ഇത് കാണുന്ന കുറെ അധികം പ്രേക്ഷകർക്ക്, എല്ലാ പ്രേക്ഷകർക്കുമല്ല, കുറെ അധികം പ്രേക്ഷകർക്ക് എന്തായാലും ഇക്കിളിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം തന്നെ മനസ്സിലാക്കുക, അനുമോളും ജിസേലും രണ്ടുപേരും രണ്ട് എക്സ്ട്രീംസ് ആണ്. ഒരാള് എക്സ്ട്രീം സദാചാരവും ഒരാള് എക്സ്ട്രീം മോഡേണിസവുമാണ്. ഈ പറയുന്ന ജിസേൽ തക്രാൾ മൂവീസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ജിസേൽ തക്രാളിന്റെ മൂവീസ് കാണാൻ പറ്റും. മൂവീസ് അല്ലെങ്കിൽ അതിന്റെ ക്ലിപ്സ് കാണാൻ പറ്റും. ഒന്നിനകത്തും നമ്മൾ ഈ പറയുന്ന മലയാളികൾ കാണുന്ന ടൈപ്പായിട്ടുള്ള അല്ലെങ്കിൽ മലയാളികളുടെ മാത്രം ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കൾച്ചറായിട്ടുള്ള ഒരു ഡ്രസ് ഇട്ടുള്ള ഒരു സിനിമകൾ പോലും അവർ അഭിനയിച്ചിട്ടില്ല. അവരുടെ എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, അവരുടെ എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അയ്യോ അവരാണോ ഈ ബിഗ് ബോസിനകത്തുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതേസമയം അനുമോളുടെ ഒരു വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. സ്റ്റാർ മാജിക്കിന്റെ കുറെ ക്ലിപ്സുകൾ നിങ്ങൾക്ക് അനുമോളുടെ കാണാൻ സാധിക്കും. അനുമോള് നാട്ടിൻപുറത്തെ എല്ലാ കൊച്ചു കൊച്ചു തമാശകളും കുറച്ച് കൊച്ചു കൊഞ്ചലുകളും ഒക്കെയുള്ള ഒരു കുട്ടിയാണ് അനുമോള്. ഈ രണ്ട് വ്യക്തിയും രണ്ട് എക്സ്ട്രീമാണ്. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ബിഗ് ബോസ് രണ്ടുപേരെയും ഒറ്റ വീട്ടിൽ ഈ തുടക്കം തൊട്ടേ കൊണ്ടുവന്നിട്ടത്. അല്ലെങ്കിൽ വൈൽഡ് കാർഡായിട്ടെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നു. കാരണം ജിസേലിന്റെ വസ്ത്രധാരണത്തിൽ അനുമോൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ജിസേൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് വലിയ, ഈവൻ ആ ശൈത്യ വരെ പറയുന്നുണ്ട്, അനുമോളും ശൈത്യയും തന്നെ പറയുന്നുണ്ട്, ജിസേലിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ വാവ് എന്നായിപ്പോയി. റെന ഫാത്തിമയുടെ എക്സ്പ്രഷൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ജിസേൽ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോൾ റെന ഫാത്തിമയ്ക്ക് വാവ് എന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ബിക്കോസ് ഒരു മോഡേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു മോഡേൺ സ്റ്റൈൽ ഉണ്ട്. അതിൽ നിന്നും ഒരു വാവ് ഫീലാണ് ജിസേൽ വീട്ടിലേക്ക് വരുമ്പോൾ. പക്ഷെ അത് ജിസേൽ ഗെയിം കളിക്കാനാണ് വന്നത്. അതേ തരത്തിൽ തന്നെ, അതേ സ്പേസിൽ തന്നെയാണ് ഇവരെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ജിസേലിന് പ്രിവിലേജ് കൊടുക്കാൻ പറ്റില്ല. ജിസേൽ 1% പ്രിവിലേജ് അർഹിക്കുന്നില്ല. ജിസേലിന്റെ ക്വാളിറ്റി, ജിസേലിന്റെ എഡ്യൂക്കേഷൻ, ജിസേൽ എന്ന് പറയുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കി വെച്ചിട്ട് ഈ നടന്ന പ്രശ്നത്തിലേക്ക് വരാം. അതിൽ ഏഷ്യാനെറ്റ് തന്നെ ഒരു വൈറൽ കട്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ രണ്ട് കാര്യങ്ങൾ ചേർത്ത് ഒരൊറ്റ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ആദിലെ നമ്മളൊന്ന് എടുത്തു പറയണം. ആദിലെ പറഞ്ഞൊരു വാക്ക് ചേർത്തിട്ടാണ്, ആ ടൈറ്റിൽ കൊടുത്തിട്ടാണ് ഏഷ്യാനെറ്റ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. അതായത് ഒരാളുടെ ചോയ്സിലേക്ക് കയറി ചെന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഡയലോഗ്. അത് ആദിലയുടെ വാക്കുകളാണ്. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. നൂറ വന്നിട്ട് ജിസേലിനോട് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കൺഫ്യൂഷൻ ആണ് ഞാൻ. കാരണം അനുമോള് 100% ഉറപ്പ് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ 100% ഉറപ്പ് നിങ്ങളുടെ കാര്യത്തിൽ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഏതിൽ വിശ്വസിക്കുമെന്ന് നൂറ കൺഫ്യൂസ്ഡ് ആവുകയാണ്. നൂറ ശരിക്കും ഇമ്മച്ചുർ ആണ്. അത് നൂറയുടെ വഴക്കിടൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നൂറയൊക്കെ ഈ പറഞ്ഞ റെന ഫാത്തിമയുടെ ഒക്കെ മറ്റൊരു വേർഷൻ തന്നെയാണ്. സംസാരിക്കുമ്പോൾ ആ മോളെ ഇത് സത്യം പറഞ്ഞാൽ അരോചകമാണ്. പിന്നെ റെനയ്ക്ക് അത് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ആദിലെ അങ്ങനെയല്ല. ആദിലെ ഒരു ക്വാളിറ്റി പേഴ്സൺ ആണ്. ആദിലേക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് വേർതിരിച്ചറിയാനും, ഇന്നലത്തെ ആ ഒരു വലിയൊരു വിചാരണയിൽ ഈ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എടുത്തുകൊണ്ട് പോകുന്നതിനകത്ത് ആദില ഉൾപ്പെട്ടിട്ടില്ല. നൂറയാണ് പിന്നെയും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് അനുമോള് പറഞ്ഞു കൊടുക്കാനും കൺവേ ചെയ്യാനും ഒക്കെ നൂറയാണ് നിന്നത്. ആദില അതിനു പോലും പോയിട്ടില്ല. അപ്പം ഈ പറയുന്ന നൂറ ജിസേലിനോട് ഇത് ചോദിക്കുമ്പോൾ ജിസേൽ തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ സിംഗിളാണ്, ആര്യൻ സിംഗിളാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനു പേടിക്കണം, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറയാം, പക്ഷേ ഒന്നും സംഭവിക്കാതെ ഞങ്ങൾ കിസ് ചെയ്തു എന്നൊക്കെ അനുമോള് പറയുന്നതിനകത്ത് തെറ്റുണ്ട്. പിന്നെ ഞാൻ ഒന്നും പറയാത്തത്, ഇത് അനുമോൾക്ക് എന്തായാലും പണി കിട്ടും. കഴിഞ്ഞ ആഴ്ച അനുമോൾക്ക് കിട്ടി, ഈ ആഴ്ച അനുമോൾക്ക് തന്നെ കിട്ടും എന്ന് നല്ല ഉറപ്പുണ്ടായതുകൊണ്ടാണ് ജിസേൽ ഒന്നും മിണ്ടാതിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ടായി, ജയിലിൽ കിടന്നു, രണ്ടുപേരും ഓക്കെ ആയി, 2 മണിക്കൂർ രണ്ടെണ്ണം ഒന്നിച്ചിരുന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ പറയുന്ന അനുമോളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് പോയാൽ ജിസേലിന് പണി കിട്ടുമെന്ന് ജിസേലിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ജിസേൽ ഒന്നും മിണ്ടുന്നില്ല. അത് മാത്രമല്ല, സത്യസന്ധമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ജിസേലിന് അത് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനും ഇന്നലെ ആലോചിച്ചു, എന്തുകൊണ്ട് ജിസേൽ ഇങ്ങനെയൊന്നും അല്ല ജിസേൽ പെരുമാറേണ്ടത്, ജിസേൽ നന്നായിട്ട് ബഹളം വെക്കേണ്ടതല്ലേ എന്ന് ഞാനും ചിന്തിച്ചു. പക്ഷെ പോകെ ജിസേൽ എന്തുകൊണ്ട് അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ജിസേൽ തന്നെ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു വേർഷൻ ആ ഒരു വീഡിയോയിൽ തന്നെ അനുമോളെടുത്ത് നൂറയും ആദിലയും പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ ആദില അനുമോളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നീ എന്തിനാണ് മസ്താനി എടുത്ത് ഇവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊരു ബുദ്ധിമുട്ട് പറഞ്ഞത്? അതായത് അതൊക്കെ ഒരാളുടെ ചോയ്സാണ്, ഒരാളുടെ ചോയ്സിനകത്ത് കൈ കടത്താൻ നിനക്കൊന്നും ഒരു അധികാരവും ഇല്ല എന്ന് തന്നെയാണ് ആദില അനുമോളോട് പറയുന്നത്.
അനുമോൾ എന്ന് പറയുന്ന ഒരു നാടൻ പെൺകുട്ടി അവര് ഓക്കെ, അവരുടെ ഐഡിയോളജി തെറ്റാണെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ റെന ഫാത്തിമ പറയുന്നുണ്ട് അനുമോളുടെ ഐഡിയോളജി തനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് റെന പറഞ്ഞപ്പോൾ മോഹൻലാൽ അപ്പം തന്നെ പറയുന്നുണ്ട്, റെനയ്ക്ക് നല്ലൊരു വഴക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ഐഡിയോളജി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അതൊക്കെ മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് തന്നെ പറയുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം അതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. പറയുന്നുണ്ട് ഒരാളുടെ ഐഡിയോളജി നമുക്ക് ഒരിക്കലും വേറൊരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അനുമോൾ ഇങ്ങനെയാണ്, ജിസേൽ ഇങ്ങനെയാണ്, ഇത് രണ്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് ആ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങളൊരു നല്ല മത്സരാർത്ഥിയായി മാറുന്നത്. അതവിടെ സാധിക്കാത്തത് അനുമോൾക്കാണ് എന്ന് എനിക്ക് ഈ ഒരു ഇന്നലത്തെ സംഭവങ്ങളും അതിനുശേഷം അവസാനം നടന്ന കുറേ സംസാരങ്ങളിലൂടെയും എനിക്ക് മനസ്സിലായി. ഈ വൈൽഡ് കാർഡ് 5 പേര് വന്നപ്പോഴത്തേക്ക് അനുമോൾക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. കാരണം പുറത്ത് അനുമോൾക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടാണ്. ബിക്കോസ് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഭൂരിഭാഗം വരുന്ന എല്ലാവരും അനുമോളെ പോലൊരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യും. കാരണം അതൊരു പാവമാണ്. ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അതാണ്. എനിക്ക് അനുമോളോട് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ റീസൺ അനുമോൾ ഒരു നിഷ്കളങ്കയായ വലിയൊരു ലോക വിവരമുള്ള വ്യക്തി അല്ലാത്ത, വളരെയധികം എന്തെങ്കിലുമൊക്കെ എട്ടുമുട്ടും തിരിയാത്ത ഒരു ക്യാരക്ടർ. അവര് റിയൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അവരുടെ സദാചാരം, അവരുടെ ആ പറയുന്ന ഓവർ സദാചാര ലെവല്, അവരുടെ ഐഡിയോളജി മാത്രമാണ് ശരി, സമൂഹം ഇങ്ങനെ ആയിരിക്കണം എന്ന് വാശി പിടിക്കുന്ന അനുമോളുടെ സ്വഭാവം തെറ്റാണ്. അവിടെ അനുമോൾക്ക് 100% തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ലാലേട്ടന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അനുമോൾക്ക് 8ന്റെ അല്ല 9ന്റെ പണി കിട്ടാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർ വരെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ജിസേലോ ആരിനോ തെറ്റ് ചെയ്തിട്ടില്ല, അത് ഉറപ്പാണ്. ഇനി അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ അഡ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അക്കാര്യം കൂടി ഓർക്കുക. അവർക്ക് അതിനകത്തൊന്നും പ്രശ്നമില്ല. പിന്നെ ഈ കുറേ പേര് പറയുന്നതെന്ന് വെച്ചാൽ അയ്യോ ജിസേലിനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യരുത്, ജിസേലിനൊരു ജീവിതം ഉള്ളതാണ്. ജിസേലിന്റെ ജീവിതം ജിസേലിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജിസേലിന് നല്ലൊരു ലൈഫ് ജിസേൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിൽ വന്നിട്ട് ഈ ഒരു കാര്യം കൊണ്ട് ജിസേലിന്റെ ലൈഫ് എന്തായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ജിസേലിന്റെ ലൈഫ് സ്റ്റൈലേ വേറെയാണ്. അത് അനുമോളുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല. നമ്മളുമായിട്ട് പോലും കമ്പയർ ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ജിസേൽ. അപ്പോൾ ഏതായാലും ശരി, ഇതൊക്കെയാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതിനകത്ത് അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അനുമോൾ ഓവറായിട്ട് ഒരാളുടെ ചോയ്സിലേക്ക് പോകുന്നുണ്ട്. ജിസേൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള അധികാരം അനുമോൾക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് അത് ബിഗ് ബോസിന്റെ റൂൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ CID അനുമോൾ എന്നുള്ള പേര് അപ്രിഷിയേറ്റ് ചെയ്ത് തന്നെ മോഹൻലാൽ കൊടുത്തു. അതിനപ്പുറം അനുമോൾക്ക് യാതൊരു തരത്തിലുള്ള നന്മയും ഈ ഒരു കാര്യത്തിൽ ശരികളും റൈറ്റ് എന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളും ഇത് കേട്ടിട്ട് ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇമോഷണലി അല്ലെങ്കിൽ അയ്യോ പാവം അനുമോൾ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ നമുക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നും എന്നല്ലാതെ ശരിയും തെറ്റും ഒന്ന് നിർവചിച്ച് ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അനുമോൾക്ക് എത്രത്തോളം റൈറ്റും റോങ്ങും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ശരി, നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മനസ്സിലായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.